സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയാം? എന്തോ കാണാൻ കഴിയുന്നൊരു കാഴ്ച. അതായത് നമ്മൾ കാണാറുണ്ട് ഒരുപാട് കഴിവുകളൊക്കെയുള്ള പല വ്യക്തികളും ജീവിതത്തിൽ എങ്ങും എത്താതെ പോകാറുണ്ട്. അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച പ്രാപിക്കുന്നില്ല. എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാത്തത്? അല്ലെങ്കിൽ ജീവിതത്തിലെ ഉയർച്ച പ്രാപിക്കാത്തത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ മനസ്സിലാക്കിയതാണ്. അതായത് ഈ ഒരുപാട് കഴിവുള്ള വ്യക്തികൾ പലരും ജീവിതത്തിൽ പിന്നോട്ട് പോകുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അവർ സ്വന്തം കഴിവിനെ തിരിച്ചറിയുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം കേട്ടോ. സ്വന്തം കഴിവിനെ തിരിച്ചറിയുന്നില്ല. സ്വന്തം കഴിവുകൾ എപ്പോൾ തിരിച്ചറിയുന്നുവോ, നമ്മളുടെ കഴിവുകൾ നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു, ആ നിമിഷം മുതൽ ജീവിതത്തിൽ എന്തുണ്ടാവും? ഉയർച്ചകൾ ഉണ്ടായി തുടങ്ങും. കഴിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നല്ല കഴിവുകൾ കേട്ടോ. തെറ്റായ കാര്യങ്ങളിൽ ഒരിക്കലും എന്ത് പാടില്ല? ആ കഴിവ് പുലർത്താൻ പാടില്ല. നല്ല കാര്യങ്ങളിൽ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കുക കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണോ നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? വിജയിക്കാൻ തുടങ്ങുന്നു എന്നാണ്. നമ്മളിലെ അന്തർലീനമായിരിക്കുന്ന നല്ല കഴിവുകളെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ടൊരു പോക്ക് സാധ്യമാവുകയുള്ളൂ കേട്ടോ. ജീവിതത്തിൽ മുന്നോട്ട് വിജയകരമായിട്ടുള്ളൊരു യാത്ര സാധ്യമാവുകയുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ജീവിയുണ്ട് കസ്തൂരിമാൻ എന്നൊരു ജീവിയുണ്ട്. കസ്തൂരിമാനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കസ്തൂരിമാനിൻ്റെ ശരീരത്തിലാണ് ആ സുഗന്ധമുള്ള കസ്തൂരിയുടെ ഉത്ഭവം എവിടെയാണ്? കസ്തൂരിമാനിൻ്റെ ശരീരത്തിലാണ്. പക്ഷേ ഇത്രയും സുഗന്ധമുള്ള കസ്തൂരി ഉത്ഭവിക്കുന്നത് തൻ്റെ ശരീരത്തിലാണെന്ന് ആരറിയുന്നില്ല? കസ്തൂരിമാൻ അറിയുന്നില്ല. ഈ സുഗന്ധത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കരുതി കസ്തൂരിമാൻ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അതുപോലെയാണ് നമ്മളൊക്കെ. എങ്ങനെയാണ് നമ്മളുടെ കഴിവുകളെ മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? പലതരത്തിൽ വിഷമിച്ച് നടക്കുകയാണ്. അങ്ങനെ ആവരുത്. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ നല്ല കഴിവുകൾ കൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യണം? വിജയിക്കുവാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലേക്ക് വളരുവാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ. ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യാനൊരു മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്? വിജയം കാണുമെന്നാണ് കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും? സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വളർന്നു വരുവാൻ നമുക്ക് കഴിയുമെന്നാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തായി മാറണമെന്നാണ്? മറ്റൊരാൾക്ക് നന്മകളായി മാറണമെന്നാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്തുണ്ടാവുകയുള്ളൂ? ഒരു മൂല്യമുണ്ടാവുകയുള്ളൂ കേട്ടോ. നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കുവാനൊക്കെ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്താണ്? അത് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക കേട്ടോ. ജീവിതത്തിൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ നല്ലൊരു വിജയം ഉണ്ടാകും കേട്ടോ.